مرحا ولا تمشي في الأرض مرحا യാത്ര പോകുന്ന പെങ്ങന്മാരോട് കൂടിയിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അത് മക്കളുമായിട്ട് ആശുപത്രിയിൽ പോകുന്നതാകട്ടെ, അതല്ലെങ്കിൽ വിദേശത്തുള്ള ഭർത്താവയച്ച ഡ്രാഫ്റ്റ് മാറാൻ വേണ്ടി ബാങ്കിൽ പോകുന്നതാകട്ടെ, എവിടെ പോകുന്നതുമാകട്ടെ, യാത്ര പോകുമ്പോ അള്ളാന്റെ ഖുർആനിന്റെ നിർദ്ദേശമാണ്. ഇനി ഉറങ്ങാതെ കേൾക്കണേ. അല്ല പറയുന്ന മൂന്നാമതായി വലാ തംശി ഫിൽ അർളി മറഹാ, നിങ്ങൾ ഒരിക്കലും യാത്ര പോകുമ്പോ അഹങ്കാരത്തോടെ നടക്കല്ലേ, അഹങ്കാരത്തോടെ നടക്കല്ലേ. ഇന്ന് ചെറുപ്പക്കാരെ ചൂരിൽ പാഞ്ഞു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയുടെ പോലീസ് എഴുതി വെച്ചിരിക്കുന്നത്, അതല്ലെങ്കിൽ ആ മന്ത്രാലയമായ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത് അമിത വേഗത അഹങ്കാരമല്ല, അഹങ്കാരമാണ്. അമിത വേഗത അലങ്കാരമല്ല, അഹങ്കാരമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. വലാ തംശി ഫിൽ അർളി മറഹാ إنك لن تخرق الأرض ولن تبلغ الجبال طولا. അല്ലാഹു പറയുകയാണ്, പൊന്നു മക്കളെ, നിങ്ങൾ യാത്ര പോകുമ്പോ അഹങ്കാരത്തോടെ പോകല്ലേ, അഹങ്കാരത്തോടെ പോകല്ലേ. എങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് സഫർ ചെയ്യേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്? അഹങ്കാരമില്ലാത്തവരായി പോകണേ. إنك لن تخرق الأرض ولن تبلغ الجبال طولا. ചില പെൺപിള്ളേര് നടന്നു പോകുന്നത് കണ്ടാൽ, ചില പെൺകുട്ടികൾ നടന്നു പോകുന്നത് കണ്ടാൽ, ഷൂവിന്റെ അതേ കല്ലറാണ് ചുരിദാറിന്റെ പാന്റിന്, അതേ കല്ലറാണ് ചുരിദാറിന്റെ ടോപ്പിന്, അതേ കല്ലറാണ് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന്റെ ലെതർ, അതേ കല്ലറാണ് മൊബൈലിന്റെ കവറ്, അതേ കല്ലറാണ് അവളുടെ കാതിലണിഞ്ഞിരിക്കുന്ന ഫാൻസി കമ്മല്, അതേ കല്ലറാണ് അവൾ ചുണ്ടിൽ തേച്ചിരിക്കുന്നത്, കണ്ണില് പുരട്ടിയിരിക്കുന്നത്, നഖത്തില് ചേച്ചിരിക്കുന്നത്. കണ്ടാൽ ഒരു ബാധ പോകുന്നത് പോലെ, ഒരു എച്ചി പോകുന്നത് പോലെ റോഡിലൂടെ ചാലഞ്ഞറിഞ്ഞ് പോകുന്ന പെണ്ണേ, നിന്റെ പോക്ക് കണ്ടാ ചിന്തിച്ചു പോകുന്നു, നീ ഭൂമി എങ്ങാനെ കുത്തിപ്പിളർത്തി കളയുമോ എന്നാണ്. ചെറുപ്പക്കാര് ചീറിപ്പാല് പോകുന്നത് കാണുമ്പോ, ചെറുപ്പക്കാര് ചീറിപ്പാല് പോകുന്നത് കാണുമ്പോ മനുഷ്യനെ ചിന്തിച്ചു പോവുകയാണ്. ഇവൻ ഓടിക്കുന്ന നാഷണൽ ഹൈവേയിലൂടെയല്ല, പർവ്വതത്തിന്റെ മുകളിലോട്ടാണ് കയറി പോകുന്നതെന്ന് ചിന്തിച്ചു പോകുന്നു. ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. അല്ലാഹു പറയുന്നു, വലാ തംശി ഫിൽ അർളി മറഹാ, അഹങ്കാരത്തോടെ യാത്ര പോകണ്ട. ഇന്നക ലൻ തഖ്രിഖൽ അർള, ഭൂമിയെ കുത്തിപ്പിളർത്താൻ നിങ്ങൾക്ക് കഴിയൂല. വലൻ തബ്ലുഗൽ ജിബാല തൂലാ, നിങ്ങൾക്ക് നീളത്തില് പർവ്വതത്തോളം ഉയരാൻ നിങ്ങൾക്ക് കഴിയൂല, പർവ്വതത്തോളം ഉയരാനും നിങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ യാത്ര പോകുമ്പോ അഹങ്കാരം മാറ്റിക്കിട്ട് വേണം യാത്ര പോകാൻ. നമുക്കൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഇന്ന് നടക്കുന്നത് മോഹൻലാൽ നടക്കും പോലെ ആ ചെറുപ്പക്കാര് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി. കഴിഞ്ഞ വർഷം ഞാൻ പോയതാണ്. ഒരു ദിവസം, ഈ കൊല്ലം ഒരു ദിവസം എന്നെ വിളിച്ചു. 3 മാസത്തിന് മുമ്പ് ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോകുമ്പോ അൽഹംദുലില്ലാഹ് 40ഓളം വരുന്ന സംഘാടക സുഹൃത്തുക്കൾ 39 നല്ല ദാടി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു മാറ്റമാണല്ലോ. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ദാടിയില്ല, ഇപ്രാവശ്യം നിങ്ങൾ ദാടി വെച്ചല്ലോ, സന്തോഷമായി. അടുത്ത പോലെ 2 ദിവസം ഞാൻ ഏറ്റുതരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെ വേണ്ടുവോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചെക്കൻ മാത്രം ദാടി വെച്ചിട്ടില്ല. അവൻ അടുത്തുള്ള ഒരു ഷോപ്പ് നടത്തുന്ന കുട്ടിയാണ്. സ്ഥലം പറഞ്ഞതൊക്കെ നിങ്ങൾ അറിയും, ഞാൻ പറയുന്നില്ല. അപ്പൊ ആ കുട്ടിയെ ഞാൻ വിളിച്ചൊരു ചെറുക്കടാ, നീ മാത്രം മാറിയില്ലല്ലോ, എന്താ കാര്യം? അപ്പൊ അവൻ പറഞ്ഞു, എന്റെ പൊന്നുസ്താദെ, എവര് വെക്കുന്നത് പോലത്തെ ദാടി പടച്ചതമ്പുരാനാണ്, ഞാൻ വെക്കൂല. അതെന്ത് പറ്റി? ഇത് പ്രേമ സിനിമ ഇറങ്ങിയപ്പോ നിവിൻ പോളിയുടെ ദാടി വെച്ച ചെറുപ്പക്കാർ. ശരിയാണ്, മീശയ്ക്ക് എത്ര വൃത്തികെട്ട കോലോന്നറിയോ? ജ്യൂസങ്ങാനം കുടിച്ച സത്തകത്ത് പോകും, കൊത്തുപള്ളി കിടക്കുന്ന അരിപ്പ് മാതിരിയുള്ള മീശയാണ്. അതൊന്ന് വെട്ടി ഒലുക്കി വൃത്തിയായിട്ട് നടക്കാൻ ചെറുപ്പക്കാർക്ക് അറിയില്ല. എന്തും അനുകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെറുപ്പക്കാരെത്തപ്പെട്ടു. ഈ അടുത്ത സമയത്ത് ഒരു ഫേസ്ബുക്കിൽ ആരോ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു, അല്ലാഹുവേ, ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു നടൻ 5 വക്തും നമസ്കരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം ചെറുപ്പക്കാർ പള്ളിയിൽ വരും. നമ്മുടെ നാട്ടിൽ പള്ളികൾക്ക് വല്ല കുറവുണ്ടോ?
ഉണ്ടോ? ഈ പറയുന്ന നമ്മുടെ കുറിഞ്ഞാലിയോടെന്ന് പറയുന്ന ഈ പ്രദേശത്ത് പള്ളികൾക്ക് വല്ല കുറവുണ്ടോ? പള്ളികളൊക്കെ മനോഹരമാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഒറ്റ കുബ്ബയാനുള്ള ഒരു പള്ളിയുണ്ട്. ഞാൻ ഇവിടെയൊന്നുമല്ല, തൃശ്ശൂർ ജില്ലയിൽ ഒറ്റ കുബ്ബയാണ്. എന്ത് മനോഹരമാണ്. കരുനാഗപ്പള്ളി എത്തുമ്പോൾ റൈറ്റ് സൈഡിൽ താജ്മഹലിന്റെ മോഡലൊരു പള്ളിയുണ്ട്. നല്ല പള്ളികളാണ്. പക്ഷെ ബാങ്ക് കൊടുക്കുമ്പോ ഒന്ന് മുറ്റത്ത് പോയി നോക്കണം. സുബ്ഹാനല്ലാഹ്, പ്രായം തികഞ്ഞ നരച്ച കുറെ ഉപ്പമാര് മാത്രമുണ്ട് നിസ്കരിക്കാൻ. ചെറുപ്പക്കാർക്കൊന്നും സമയമില്ല. പള്ളികളും രസമാണ്. വെറും പ്രൗഢിയിൽ മാത്രം ഫലമയുണ്ട്. പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. വെറും പ്രൗഢിയിൽ മാത്രം ഫലമയുണ്ട്. പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ. ജുമയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. പള്ളികൾക്ക് കുറവൊന്നുമില്ല. ധാരാളം പള്ളികളുണ്ട്. നമസ്കരിക്കാൻ ആളുകളില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിന് ആളുകളില്ല. എന്റെ വിഷയം നിസ്കാരമല്ല. എങ്കിലും ഞാൻ പറയുന്നു, ഇന്ന് ചെറുപ്പക്കാർ പോലെ കമന്റിടാൻ തുടങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവേ, 5 നേരം നമസ്കരിക്കുന്നവരും നടന്നു തരണേ അല്ലാ. അത് കണ്ടിട്ടെങ്കിലും ചെറുപ്പക്കാരൻ നന്നാകട്ടെ. വേണ്ട പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഫാൻസ് അസോസിയേഷൻ വേണം. അതാരുടെ പേരിലാ? ലോകത്തിന്റെ നായകന്റെ പേരിലായിക്കോട്ടെ. എന്ത് ചെറുപ്പക്കാരെ ചിന്തിച്ചാലും നടക്കുന്നത് റസൂലുള്ളാഹി നടക്കും പോലെ, ചെയ്യുന്നത് റസൂലുള്ളാഹി ചെയ്യുന്നത് പോലെ, തലമുടി വെട്ടുന്നതും റസൂലുള്ള തലമുടി വെട്ടും പോലെ. നബി തങ്ങളുടെ ഇരുട്ടമെങ്ങനാ, ചലനമെങ്ങനാ, ഏതിലാ നമുക്ക് മാതൃകയില്ലാത്തത്? എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ അനുഭാവികളോട്, ലീഗിന്റെ പ്രവർത്തകരോട് ചോദിക്കുകയാണ്. എത്ര പേർക്കറിയാം ബഹുമാനായ ഹൈദരാലി ശിഹാബ് തങ്ങളുടെ താടിരോമങ്ങൾ നരച്ചുവെന്ന് പറയാ? ഈ നാട്ടിലേതെങ്കിലും ലീഗുകാർക്ക് കഴിയുമോ? CPM-ന്റെയും CPI-യുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോട് ചോദിക്കുകയാണ്. പിണറായി വിജയന്റെ താടിരോമങ്ങൾ അതല്ലെങ്കിൽ മീശയപ്പുറം വരച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ തലമുടിയപ്പുറം വരച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, കഴിയൂല. ഒരാളെ കൊണ്ടും കഴിയൂല. കോൺഗ്രസ്സുകാരനോട് ചോദിക്കുകയാണ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ താടിരോമങ്ങൾ അല്ലെങ്കിൽ മീശയപ്പുറം വരച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് കഴിയൂലെങ്കിൽ 114 മുമ്പ് നേതാവുണ്ടായിരുന്നു. ആ നേതാവിന്റെ താടിരോമങ്ങൾ തലമുടിയപ്പുറം വരച്ചു എന്ന് ചോദിച്ചാൽ മുന്നിലിരിക്കുന്ന സഹാബത്തെ വിളിച്ചു പറയുമായിരുന്നു, അല്ലാഹുവേ, ഞങ്ങളുടെ നായകന്റെ 21 രോമങ്ങളിലപ്പുറം ഒരെണ്ണം പോലും വരച്ചിട്ടില്ല. 22 ഒരു രോമം വരച്ചിട്ടില്ല. താടിരോമങ്ങളിലും തലമുടിയിലും എണ്ണി നോക്കുമ്പോ നബി തങ്ങൾ 21 രോമങ്ങളെ വരച്ചിട്ടുള്ളൂ. റസൂലുള്ള എണ്ണ തേക്കുമ്പോ ആ രോമങ്ങൾ അങ്ങ് മറഞ്ഞു പോകുന്നു. കറുപ്പ് രോമത്തിന്റെ ഇടയിലേക്ക് വെളുത്ത രോമങ്ങൾ ഒളിച്ചു കളയുന്നു. സഹോദരങ്ങളെ, ഇതെല്ലാം നോക്കിക്കണ്ടിരിക്കുന്ന സഹാബത്തിന് അല്ലാഹുവിന്റെ റസൂലിൽ എല്ലാത്തിലും മാതൃകയുണ്ടെന്നല്ലേ നമ്മൾ പഠിച്ചത്? നബി തങ്ങളുടെ ചുണ്ടെങ്ങനാണ്? നബി തങ്ങളുടെ പുരികമെങ്ങനാണ്? വില്ലൊത്ത പുരികമായിരുന്നു. നബി തങ്ങളുടെ മൂക്കിന് നല്ല നീളമായിരുന്നു. വിരലുകൾക്ക് നല്ല നീളമായിരുന്നു. റസൂലുള്ളാഹിന്റെ ദന്തനിരകൾ പല്ലിമുട്ട നിരത്തി വെച്ചതുപോലെ ദന്തനിരകളാണ്. മേൽപ്പല്ലിന്റെ 2 മുൻപല്ലിന്റെ ഇടയിൽ ചെറിയ വിടവുണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ നെഞ്ചത്ത് വലിയ രോമങ്ങളില്ല. എന്നാലും വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് വരച്ചതുപോലെ കഴുത്തിന് നെഞ്ചിന്റെ മുകൾ ഭാഗത്ത് നിന്ന് പൊക്കിളിന്റെ താഴ്ഭാഗത്ത് വരെ ഒരു ചെറിയ രോമത്തിന്റെ കറുത്ത നേർത്ത വരയുണ്ടായിരുന്നു. റസൂലുള്ള നടന്നു വരുന്നവരെങ്ങനെ കുന്നിൻ പ്രദേശത്തും ഒരാൾ ഇറങ്ങി വരുമ്പോ, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുമ്പോ എങ്ങനെയാണ് വരുന്നത്? അതുപോലെയാണ് മുത്തുനബി ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞാൽ പൊക്കപ്പുറത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരാൾ നെഞ്ചു വിരിച്ചിട്ട് നടന്നു വരൂല. ഞാൻ മറിഞ്ഞു വീണു പോകുമോ, ഞാൻ പിടിവിട്ടെങ്ങാനും വീണു പോകുമോ എന്ന് ഭയപ്പെട്ടവരെ പോലെ, തപ്പിത്തടഞ്ഞു വരുന്നവരെ പോലെ മുന്നിലോട്ട് ആഞ്ഞിട്ടാ വന്നിരുന്നത്. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ യാത്രയൊക്കെ അങ്ങനെ തന്നെയാണ്. വരുന്നത് കണ്ട ഞാനാണ് ലോകം സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനെന്ന് പറഞ്ഞല്ല വരുന്നത്. ഞാനാണ് പ്രപഞ്ചം പോലെ പടയ്ക്കുന്നതിന് കാരണക്കാരനെന്ന്. അല്ലാത്ത മുഴുവതിനെയും പടച്ചതിന് കാരണം ഞാനാണ്. അല്ലാഹുവിന്റെ സ്വർഗം പടക്കാൻ കാരണം ഞാനാണ്.
അള്ളാന്റെ അർശ് പടയ്ക്കാൻ കാരണം ഞാനാണ്, അള്ളാന്റെ കുരിശ് പടയ്ക്കാൻ കാരണം ഞാനാണ്, അള്ളാന്റെ പടപ്പുകളായ പടപ്പുകൾ മുഴുവനും പടയ്ക്കപ്പെടുന്നതിന് കാരണക്കാരനായ പടപ്പ് അത് ഞാനാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു കൊടുത്തിട്ട് വളരെ വിനയാനിതനായി നടന്നു വന്നെങ്കിൽ ഇന്ന് അഹങ്കാരത്തിന്റെ കേളി രൂപങ്ങളായി ഞാനും നിങ്ങളും മാറുമ്പോ അല്പാരിവങ്ങാനം കിട്ടിപ്പോയാൽ, പ്രസംഗിക്കാൻ അല്പമങ്ങാന കഴിവെന്നെ പോലുള്ളവന് കിട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാവിന്റെ പ്രൗഢിയോട് നടന്നു വരുമ്പോ നമുക്ക് മാതൃകയാരാ മുത്തുനബിയല്ലേ. എന്തിനാണ് അഹങ്കാരത്തോടെ നടക്കുന്നത്? ഒരു മനുഷ്യൻ അഹങ്കാരത്തോടെ നടന്നു വന്നപ്പോ രാജാവിനോട് ഈ ഒരു പണ്ഡിതനായ മനുഷ്യൻ ചോദിക്കുകയാണ്, ഒരു വലിയ മഹാനാണ്. ആ മഹാ ചോദിച്ചു, രാജാവ് ഇത്ര അഹങ്കാരത്തോടെ നടന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്? അഹങ്കരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ രാജാവ് ഈ മഹാനോട് ചോദിച്ചു, അഹങ്കരിക്കാനുണ്ടടാ, ഞാൻ ആരെന്ന് നിനക്കറിയുമോ? ആ സമയത്താണ് ആ മഹാ പറഞ്ഞു, അറിയാ, ആദ്യം നിങ്ങൾ ഒട്ടിപ്പിടിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു ബീജത്തുള്ളിയാണ്, ഏറ്റവും ഒടുവില് നിങ്ങൾ മരിച്ച ദുർഗന്ധം വമിക്കുന്ന ശവമാണ്. ഇതിനിടയിലോ ആദ്യം മുൻപിലെങ്ങാനും പട്ടിയാലെ പെട്ടെന്ന് കഴുകിക്കളയുന്ന ഒരു ബീജത്തുള്ളിയാണ്. ഏറ്റവും ഒടുവിലോ പ്രിയപ്പെട്ടവര്, ഞാൻ നിങ്ങൾ ചീഞ്ഞു നാറുന്ന ശവമാണ്, ഡെഡ് ബോഡിയാണ്. ഇതിനിടയിലോ